അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് KR മാർക്കറ്റിലാണ്. ഇവിടെ പൂക്കച്ചവടവും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ത്രാസ് മേടിക്കാൻ വന്നതാണ്. KR മാർക്കറ്റിൽ വന്ന് ഇവിടെ രാവിലെ പച്ചക്കറിയുടെ പരിപാടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ പൂക്കച്ചവടം മൊത്തം. ഇവിടെല്ലാം ത്രാസ് കട, സൈഡ് മൊത്തം ത്രാസ് കട തുറക്കുന്നുണ്ട്, സൗണ്ട് വെക്കുന്നുണ്ട്. यूट्यूबर है, समझ गया? ठीक है? हाँ, कन्नड़ में बात करो, हिंदी बात करो. कन्नड़ हम कैसे बात करते हो? मलयाली है, हम कैसे बात करते हो? बताओ. 200 ഓട്ടോക്കാരന്മാർ നമ്മൾ വിചാരിക്കുന്നവന്മാർ ഇവിടെ ബാംഗ്ലൂരിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിനെപ്പോലുള്ള നമ്മൾ ത്രാസ് മേടിക്കാൻ വന്നതാണ്. KR മാർക്കറ്റിൽ വന്ന് ഇവിടെ രാവിലെ പച്ചക്കറിയുടെ പരിപാടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ പൂക്കച്ചവടം മൊത്തം കേട്ടോ. അതുപോലെ ആൾക്കാർ നിൽക്കുക, പൂവും ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പൂമാലയും മേടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഫുള്ള് പൂക്കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളിപ്പം ത്രാസ് മേടിക്കാൻ വേണ്ടി വന്നപ്പം ജസ്റ്റ് ഒന്ന് KR മാർക്കറ്റിൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത ഗൈസ് ഇതാണ്. പൂവിൻ്റെ ഫംഗ്ഷൻ, പൂവൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിനെ കുറിച്ച് അറിയാമല്ലോ. പൂവിൻ്റെ ഒരു പൂക്കളുടെ ഒരു മെയിൻ സ്ഥലമാണ്. അപ്പം അതിൻ്റേതായ ഷോപ്പെല്ലാം ക്ലോസ് ആയിട്ട് കിടക്കുക, ഓപ്പൺ ആയിട്ടില്ല. വില പറയുന്നുണ്ട്, വില വിളിച്ച് പറയാൻ പറ്റും. KR മാർക്കറ്റാണ്, കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് ത്രാസം മേടിച്ചിട്ട് പോവാം. KR മാർക്കറ്റ് വന്നാൽ KR ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പം ഷോപ്പുകൾ വന്നിട്ടില്ല. ഇവിടെ പൂക്കളയാണ് ഏറ്റവും കൂടുതൽ പൂവ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാത്രം പൂവ് ഇങ്ങോട്ട് പോകുന്നതാണ്. രാവിലെ പച്ചക്കറിയുടെ പരിപാടിയാണ്. അപ്പോൾ പച്ചക്കറി ബിസിനസ്സും കഴിഞ്ഞാൽ ആൾക്കാർ അടുത്ത പൂ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഷോപ്പ് എല്ലാം ഓപ്പണാണ് കാണിച്ചത്. ഡ്രസ്സ് അങ്ങനെ ഹോൾസെയിലായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. വലിയ മാർക്കറ്റാണ് ബാംഗ്ലൂരിൽ, വലിയ മാർക്കറ്റാണ് KR മാർക്കറ്റ്. നമ്മൾ കുറേ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനലിലായിരുന്നു. ഞാനുണ്ട്, ബാവാക്കുണ്ട്, സലീമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ത്രാസ് മേടിക്കണം. ത്രാസിനൊക്കെ വിലക്കുറവ് അവിടെ. നമ്മൾ ഇവിടെ ത്രാസിന് അവിടെ ഓൺലൈനിലൊക്കെ 6000 ആണെങ്കിൽ ഇവിടെ 1500-2000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ആ സാധനം മേടിക്കാൻ പോകുന്ന ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടണം, നമ്മൾ കാണിക്കുന്നതായിരുന്നു. ബ്രോസ് സൈഡിൽ കൂടെ നടന്ന ശങ്കി ബ്രോസ് സൈഡിൽ കൂടെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ത്രാസ് കട തുറന്നിട്ടില്ല, അടച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ത്രാസ് കട ഓപ്പൺ ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ബാംഗ്ലൂരിൽ കുണ്ടുപന്ത് സ്ട്രീറ്റ് അവന്യൂ റോഡ് ക്രോസ് ബാംഗ്ലൂർ. ഇവിടെല്ലാം ത്രാസ് കട, സൈഡ് മൊത്തം ത്രാസ് കട തുറക്കുന്നുണ്ട്, സൗണ്ട് വെക്കുന്നുണ്ട്. അവിടെ 9 മണി കഴിയുമെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഓപ്പണായിട്ട് വരുന്നുള്ളൂ ഷോപ്പൊക്കെ. ഞങ്ങളെന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും കുടിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ കയറി ഇത്തിരി കോഫി കുടിച്ചേക്കുന്നു. അവിടെ വെച്ച് അങ്ങോട്ട് വന്നു. ബാവൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. പിള്ളേർ ഫോൺ വിളിച്ചു ഭയങ്കര. ഇവിടെ കയറി വല്ലതും കഴിച്ചാലോ? ഇവിടെ കയറി പിന്നെ ഇവിടെ കയറി വല്ലതും കഴിച്ചാലോ? ആ സമയം നമുക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പം ഞങ്ങൾ മധുരു ചായ പ്രൈസസിലോട്ട് സെല്ലിംഗ് കോഫി കുടിക്കാൻ പോയി. ബാംഗ്ലൂർ രാവിലെ ഇവിടെ സമയമെടുക്കണ 10 മണിക്ക് പോയി. ഇവിടെ വടയും ഇഡലിയും വന്നിട്ടുണ്ട്. നമ്മൾ വട ഇഡലിയും കഴിക്കണം ഗൈസ്. ഇതാണ് അടിപൊളി, നല്ല ടേസ്റ്റ്. സമയം കളയാൻ വേണ്ടിയാണ്. ഭാഗ്യ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കാണുന്നില്ല. ഭക്ഷണം കഴിച്ചു ഇവിടുന്ന് ഇറങ്ങുക. മാർക്കറ്റ് ഓപ്പൺ ആയെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി മാർക്കറ്റിലൊക്കെ കയറി കറങ്ങി നടക്കാം.
എങ്ങനെ ഉണ്ടെന്ന്. പുള്ളി അതോ പച്ചക്കറി കടയിലോ അവിടെ ഉണ്ട് ഇല്ല, ഇത് സ്റ്റേഷനറി കട അത് കുടിക്കുമ്പോൾ അത് നാട്ടിൽ നിന്ന് വാങ്ങാൻ തന്നെ, പിന്നെ അത് വെറുതെ വേസ്റ്റ് ആവും. ഈ KR മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പല ഹോൾസെയിലായിട്ട് കുറേ സാധനങ്ങൾ എന്നോട് നേരത്തെ വന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നൊക്കെ സമയം ശരിയല്ല, കാര്യം ഇവിടെ 10:30 കഴിഞ്ഞിട്ട് ഷോപ്പ് ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ 10:30 വരെ നമ്മൾ വെയിറ്റ്, നമ്മുടെ ടൈമിൽ നമുക്ക് വണ്ടി ഓടിച്ചെല്ലാം നമ്മുടെ തരുമോ. 10:30 നമ്മുടെ ഒരു 9-10 ആകുമ്പോൾ നമ്മുടെ ത്രാസ് കട തുറക്കണം. ത്രാസും വെക്കും, ത്രാസ് വേണം, കമ്പനിയോട് ത്രാസ് വേണം. ത്രാസിന് മാത്രമല്ല, ഇവിടെ ഡ്രസ്സ്, സാരി, അങ്ങനെ ഹോൾസെയിലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ, KR മാർക്കറ്റ്, ബാംഗ്ലൂരിൽ നിന്ന് MG റോഡിൽ നിന്ന് 5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. വരുന്നവരെന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. ഓക്കെ, ഞങ്ങൾ ടോയ്സ് സെക്ഷനിലോട്ട് പോയി. ടോയ്സിൻ്റെ ആ ഭാഗത്തോട്ട് പോകും. ടോയ്സ് എവിടുന്ന സലീമിൻ്റെ പോകുന്നത് സാധനം മേടിക്കും. അപ്പോൾ ടോയ്സ് സെക്ഷൻ ഇപ്പോൾ കാറത്തെ സാധനം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക. അപ്പോൾ ഗൈസ് പിന്നെ വേറെ ഒന്നുമില്ല, ഹാപ്പിയാണ്. ഓക്കെ 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 ജാൻ, ഓക്കെ ജാൻ. സലീം ബോയ് ഹായ് ബായ്. 2800 രൂപ ഒക്കെ വില ചെയ്യുന്ന പ്രൈസ്. നമുക്ക് സ്റ്റീലിൻ്റെ സാധനം ആവശ്യമുള്ളത്. അപ്പോൾ ഈ ത്രാസ് നമുക്ക് ഇത്തിരി വില കൂടുതലാണ് പറയുന്നത്. അവിടെ ത്രാസ് കിടക്കാരൻ നമ്മളെ രാവിലെ കൊല്ലാൻ നോക്കുക. അങ്ങ് അവിടം വരെ പോയിട്ട് വരാം. അവിടം വരെ ടോയ്സിൻ്റെ അവിടെ ഉണ്ട്. പുള്ളി പറയുന്നത് 3500 പറഞ്ഞ് അവസാനം 1800 വരെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ് വേണ്ട, അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് സലീമിന് വേറെ ഏതോ കടയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ പോവാം. കാര്യം അത്രയും വിലയില്ല. ഞാൻ 300 കിലോയുടെ ത്രാസ് 2500 രൂപയ്ക്ക് ഇവിടെ മേടിച്ചാണ്. അതും ടോപ്പ് സ്റ്റീലൊക്കെ അടിച്ചു. അപ്പം ഫുള്ള് ഇതാ. ഇവിടെ നിന്ന് കയറി ചോദിക്കാം. ഒത്തിരി കടയുണ്ട് ഇവിടെ. KR മാർക്കറ്റിൻ്റെ ബീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കുക. എല്ലാം ഹോൾസെയിൽ ഷോപ്പാണ്. നമുക്ക് ബൾക്കായിട്ട് സാധനം മേടിക്കാൻ പറ്റും. കടയൊന്നും തുറന്നിട്ടില്ല. രാവിലെ സമയം 9 മണിയായിട്ടേ ഉള്ളൂ. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ. ഒരു 11 മണിയായി കഴിയുമ്പോൾ ഇവിടെ ഇടിച്ചിട്ട് ആളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സ്ഥലമായത് KR മാർക്കറ്റ്. ബാംഗ്ലൂരിലെ വലിയൊരു മാർക്കറ്റാണ്. അപ്പം വരുന്നവർ വിസിറ്റ് ചെയ്യുക. ബാംഗ്ലൂരിൽ വരുന്നവർ വിസിറ്റ് ചെയ്യുക. MG റോഡിൽ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഓട്ടോ വരുവാണെങ്കിൽ ഒരു 120 രൂപ 100 രൂപ കൊടുത്താൽ ഇവിടെ എത്താം. ഇവർ കൂടുതൽ നടക്കാൻ താല്പര്യപ്പെടുന്നില്ല, മുമ്പോട്ട് നടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളിവിടെ നിൽക്കുക. അപ്പം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോകും. അവിടെ ത്രാസിൻ്റെ അവിടെ വേറെ കടയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. നിങ്ങളൊന്ന് ബാർഗൻ ചെയ്താണോ മേടിച്ചത്? വില ബാർഗൻ ചെയ്താണോ മേടിച്ചത്? 4000 കൂടുതലാണ്. സ്റ്റീൽ, ഫുൾ സ്റ്റീൽ. മടിയിലെ പ്ലേറ്റ് മൊത്തത്തിൽ ആണോ? തുരുമ്പടിച്ചോ? ആണോ? ഒന്നുമില്ല, മാർക്കറ്റാണ്. ഉമ്മാരെവിടെ പോയിരിക്കും എന്നൊരു പിടുത്തമില്ല. ഉമ്മാർ ഇങ്ങോട്ട് വന്നിട്ട് കാണുന്നില്ല. രണ്ടുപേരെ മിസ്സിങ്. വൈകുന്നേരം ഭയങ്കര പാടാണ്. ഞങ്ങൾ ത്രാസ് കട തുറന്നു കേട്ടോ. ത്രാസ് കടയിലെത്തി. ഇവിടെ നിന്ന് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. മൊത്തം വൃത്തികേടായിട്ട് കിടക്കും. ഫുള്ള് ത്രാസ് കട തുറന്നു. ഇവിടെ നിന്ന് സലീമും ഞാനും ത്രാസ് മേടിക്കാൻ പോകുന്നു. പുതിയ മോഡൽ ത്രാസ് കുറച്ച് ഇറങ്ങി നിൽക്കില്ലേ? 2500 രൂപ എടുത്തു. ഒന്ന് മാർക്കിയൊക്കെ ഇക്കാൻ മേടിച്ച ത്രാസ് 4000 രൂപ. അത് മൂത്ത ഫുൾ സ്റ്റീൽ. നമ്മുടെ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട ആളാണ്. വളക്കാരാണ്. സലീമും മേടിച്ചു. ഞങ്ങൾ 3 ത്രാസ് മേടിച്ചു. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും. വലിയ വിലയൊക്കെ പറയും. നമ്മൾ ബാർഗൻ ചെയ്ത് മേടിക്കണം. ഞങ്ങൾ 2000 രൂപയ്ക്ക് ത്രാസ് മേടിച്ചത്. 200 കിലോ തൂങ്ങുന്ന ത്രാസ്. ഭായി ദൂസര 3 पैक कर लो. 3 ത്രാസ് മേടിച്ചു ഗൈസ്. ഇത് മൊത്തം ത്രാസിൽ ഹോൾസെയിൽ കടയാണ്. ത്രാസിൻ്റെ ഹോൾസെയിൽ കട. നമ്മുടെ അവിടെ ഏകദേശം ഇതിനൊക്കെ 4000 രൂപയ്ക്ക് മേളിൽ കൊടുക്കേണ്ടി വരും. ഈ ത്രാസിന് 4000-5000 രൂപയാവും. ഇത് പതിപ്പിച്ച് തരും. അപ്പം നമുക്ക് പതിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം സെൽഫ് യൂസ് ആയതുകൊണ്ട് പതിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ത്രാസ് എല്ലാം കണ്ടു. ഇവിടെ എല്ലാം ത്രാസാണ്. സ്റ്റീൽ ത്രാസ്, എല്ലാ ഐറ്റം ത്രാസുകളുണ്ട്. ആർക്കെങ്കിലും ത്രാസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാംഗ്ലൂരാണ് മൊബൈൽ നമ്പർ. ഇതാണ് അതിൻ്റെ ഓണർ. പുള്ളിയാണ് ഓണർ. പുള്ളി ചിലപ്പോൾ 4000-5000 കേൾക്കും വരുമ്പോൾ പറയുന്നത്. നമ്മളത് മേടിക്കണം. നമ്മൾ വില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2000 വരെ കിട്ടും.
300 കിലോ ത്രാസൊക്കെ. $300 വെച്ച് 200 രൂപയ്ക്ക് ഞങ്ങൾ വണ്ടി കയറി നമ്മുടെ റൂമിലോട്ട് പോവുക. റൂമല്ല, നമ്മുടെ ഹോട്ടലുണ്ട്, അവിടെ അങ്ങോട്ട് പോവുക. അവിടെ പോയിട്ട് 5 രൂപ ത്രാസ് മേടിച്ച് പോവുകയാണെങ്കിൽ സലീമിൻ്റെ പെട്ടി സലീം പൊളി. ഞങ്ങൾ 4000 മുടക്കാൻ 2000 രൂപയ്ക്ക് ത്രാസ് മേടിച്ച് ഇക്ക ഫുൾ സ്റ്റീൽ മേടിച്ചു. ഫുൾ സ്റ്റീൽ ത്രാസ് 2 പെട്ടിയാണ് മേടിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ വന്ന് ബാർഗൻ ചെയ്താലേ സാധനം മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ മേടിക്കാൻ പറ്റത്തില്ല, കിട്ടത്തില്ല. അവിടെ വില കൂടുതലാണ്. ഞങ്ങൾ ചോദിച്ചു അവിടെ വില കൂടുതലാണ്. വില കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറ്റേ ഒരു ഡിസ്കൗണ്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഡിസ്കൗണ്ട് പിന്നെ എന്നെ തിരിച്ച് വിളിച്ചായിരുന്നു. അവിടെ ഓൺലൈനിനകത്ത് ഇതിനകത്ത് 4500 5000 രൂപയ്ക്ക് ഈ ത്രാസിന് ഞാൻ നോക്കി ഇന്നലെ. ഇരുമ്പിന്റെ ടൈപ്പ് ഇത് 200 ആണെന്ന് തോന്നുന്നു. 300 കിലോ ത്രാസ് പതിപ്പിക്കുന്നതിനനുസരിച്ചാ അവരെ പതിപ്പിക്കുന്നുണ്ട്. ആ പതിപ്പിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പതിക്കുന്നതിന് 300 കിലോ 500 കിലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ KR മാർക്കറ്റിനോട് പോയി. വാറണ്ടി ഞാനൊരു വാറണ്ടി ഇതുവരായിട്ട് എടുത്ത ആമസോണിൽ പോയിട്ട് പോലും ഒരു വാറണ്ടി ഇതുവരായിട്ട് എടുത്തിട്ടില്ല. സമझिए राउडीसम कर रहे दूसरा पार्टी के पास हम कर रहे हो. नहीं माताड़े हिंदी बात करो यार. हाँ कन्नड़ा माता ने हम केरला वाला है. क्या हम केरला वाला है? ऐसे बात करते हो? हाँ क्या बात करते हो? बोलो क्या बात करते हो? बोलो. मैं यूट्यूबर है, समझ गया? ठीक है. हाँ कन्नड़ में बात है, हिंदी बात करो. कन्नड़ा हम कैसे बात करते हो? हम मलयाली है, हम कैसे बात करते हो बताओ. 200 बोलते ब्रिगेड सिग्नल छोड़ने के लिए बोल दिया. अब ऊपर जाके हम कैसे जाएगा उधर इतने दूर तक? हाँ आप गराब अरे गराब आप गराब ऑटो वाला से अच्छा बात करना है. ठीक है. हमको 300 बोला, 5 किलोमीटर के 300 रुपीज बोला. अभी 200 देने के लिए हम रेडी है. फिर भी सिग्नल पे छोड़ने के लिए ऊपर जाएगा तो हम कैसे जाएगा उधर तक? ഓട്ടോക്കാരന്മാർ നമ്മൾ വിചാരിക്കുന്നവന്മാർ ഇവിടെ ബാംഗ്ലൂർ ഓട്ടോ കയറുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവനെ പോലുള്ള നമുക്കിട്ട് പണി തരും. പൈസ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥലം കറക്റ്റായിട്ട് പറയണം, അല്ലെങ്കിൽ ഇവന്മാർ കാണുന്ന വഴി കൂടെ കൊണ്ട് നമ്മുടെ പൈസയും മേടിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നത് അവൻ ഗുണ്ടായസം കാണിക്കും നമ്മളോട്. ഗുണ്ടായസം കാണിച്ചപ്പോൾ ഞാൻ അതിന് പ്രതികരിച്ചു. ഞാൻ മലയാളം കന്നഡ പറയാൻ ഞാൻ മലയാളം പറഞ്ഞു. അങ്ങനെ മലയാളികൾക്ക് ഇവിടെ വരാൻ പറ്റും. നമ്മളതേ ചോദിക്കുന്നത്, മലയാളികൾക്ക് വരാൻ പറ്റില്ല.